നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വരുന്നത് ഇരു മുന്നണികൾക്കുമാണ്. ഇടതു വലതു മുന്നണികൾ വല്ലാത്ത ആശങ്കയിലാണ്. SDP വോട്ടുകൾക്ക് വേണ്ടി പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ രണ്ടുപേരും നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. SDP വോട്ടുകൾ എപ്പോഴും SDP-യുടെയും അതുപോലെ തന്നെ PDP-യുടെയും ഒക്കെ വോട്ടുകൾ, ആ വോട്ടുകൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആ പാർട്ടികളുടെയൊക്കെ വോട്ടുകൾ വേണ്ട, വർഗീയ കക്ഷികളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തും. വർഗീയ കക്ഷി എന്ന് പറയുന്നതുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഒക്കെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന RSS-നെ മാത്രമാണ്. ബാക്കിയുള്ളവരെയൊക്കെ തഴുകി തലോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ RSS ഒരു വർഗീയ കക്ഷിയല്ല, അത് അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയുന്നതുമാണ്. ഏതായാലും RSS-ന്റെ വോട്ട് വേണ്ട എന്ന് ധൈര്യത്തോടെ പറയുന്ന ഇവരൊക്കെ, അതായത് RSS-ന്റെ വോട്ട് കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഒരിക്കലും SDP-യുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ ഒന്നും വോട്ട് വേണ്ട എന്ന് പറയില്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ വോട്ടുകൾ, ആ വോട്ടുകൾ എങ്ങനെയാണ് സമാഹരിക്കപ്പെടുക എന്ന് നമുക്കറിയാം. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വന്നത് K. സുരേന്ദ്രനെതിരെ അവിടെ ഒരു സ്ഥാനാർത്ഥി, SDP സ്ഥാനാർത്ഥി വന്നതാണ്. അന്ന് വളരെ പരസ്യമായി തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ SDP-യുടെ മതേതര വോട്ടുകൾ, SDP-ക്ക് എന്ത് മതേതര വോട്ടുകൾ, ഒരു വോട്ട് പോലും മതേതരമല്ലാത്ത ഒരു സംഘടനയുടെ വോട്ടുകളെ മതേതര വോട്ടുകൾ എന്ന് വിളിച്ചുകൊണ്ട് മതേതര വോട്ടുകൾ വേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന നേമത്ത് ശിവൻകുട്ടി ഇപ്പോൾ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു. ആ പരാജയ ഭീതിയിലാണെന്ന് തോന്നുന്നു. SDP-യുടെ വോട്ടുകൾ തനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ SDP പറയുന്നത് തങ്ങൾ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, കോൺഗ്രസിലേക്ക് പോകുമെന്ന് ഭയന്ന് ആദ്യമേ തന്നെ കയറി പറയുന്നതാണ് എന്നാണ്. ഏതായാലും SDP-യുടെ വോട്ടുകൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. പരാജയ ഭീതിയിലുള്ള എല്ലാ ആൾക്കാരും SDP-യെയും അതുപോലെ തന്നെ SDP പോപ്പുലർ ഫ്രണ്ടിന്റെയും കുറെ പ്രവർത്തകർ നമുക്കറിയാം, അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. SDP, പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ തന്നെയുള്ള സംഘടനകൾ, PDP പോലുള്ള സംഘടനകൾ, വെൽഫെയർ പാർട്ടി, ഇവരുടെയൊക്കെ വോട്ട് നേടിക്കൊണ്ട് വിജയത്തിലെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. സംഘടിതമായ വോട്ടുകളാണ് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഹിന്ദുക്കളുടെ വോട്ടുകൾ സംഘടിതമല്ല, ആ വോട്ടുകൾ പോലും ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷമായ ഹിന്ദുവിന് ഒരു ഗുണവും കേരളത്തിൽ ഉണ്ടാകാത്ത കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതേതരം എന്ന് പറയുകയും വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇടതിന്റെയും വലതിന്റെയും ഇരട്ടത്താപ്പ് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അത് ഉറക്കെ പറയേണ്ട അവസ്ഥയിലേക്ക്, SDP-യുടെ മതേതര വോട്ടുകൾ എന്ന് ഉറക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ സംവിധാനം മാറി എന്നുള്ളതാണ്. ഏതായാലും ഇരു മുന്നണികളും ഇപ്പോൾ മത്സരിക്കുന്നത് SDP-യുടെ അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് നേടിയെടുക്കാനാണ്. കേരളത്തിലെ പൊതുസമൂഹം അത് വിലയിരുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇവിടെ SDP മതേതരമാണ് അല്ലെങ്കിൽ SDP-യുടെ മതേതര വോട്ടുകൾ വേണമെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിം ലീഗും വർഗീയത മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണെന്ന് KM ഷാജിയുടെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. KM ഷാജി പറഞ്ഞത് മതമാണ് 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 പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നം മതം തന്നെയാണ്, ഞങ്ങളുടെ ഐഡന്റിറ്റി മതമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മതേതരത്വം എന്ന സങ്കല്പം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഹിന്ദുവിന് മാത്രമേ മതേതരരായിരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോഴും പലപ്പോഴും ഹിന്ദുക്കളെ വർഗീയവാദികൾ എന്ന് വിളിച്ചുകൊണ്ട്, ഹൈന്ദവ സംഘടനകളെ വർഗീയവാദികൾ എന്ന് വിളിച്ചുകൊണ്ട് മതേതരത്വമില്ലാത്ത മതഭ്രാന്തന്മാരെ മതേതരവാദികൾ എന്ന് വിളിക്കുന്ന ഇടതിന്റെയും വലതിന്റെയും ഇരട്ടത്താപ്പുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ഒരു നല്ല അവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് ഉണ്ടാകുന്ന വളർച്ച അത് അനുദിനം രണ്ട് മുന്നണികളെയും പേടിപ്പിക്കുന്നുണ്ട്, അവരെ ഭ്രാന്തരാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത് എന്നതും സത്യമാണ്.